രാജസ്ഥാന്റെ അടുത്ത മത്സരം വന്നെത്തിയിരിക്കുകയാണ്. ഇന്ന് രാജസ്ഥാനും ഡൽഹിയും തമ്മിലാണ് മത്സരം നടക്കുന്നത്. ഈ ഒരു മാച്ചിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യ കളി തന്നെ തോറ്റാണ് ഡൽഹി വരുന്നത്. വളരെ മോശം ബാറ്റിംഗും ബോളിംഗുമാണ് അവർ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ അവർക്ക് ജയിച്ചേ മതിയാവൂ. എതിരാളികൾ രാജസ്ഥാൻ ആയതുകൊണ്ട് ഡൽഹി കുറച്ച് വിയർക്കുമെന്നത് ഉറപ്പാണ്. മികച്ചൊരു ഓപ്പണിംഗ് കോംബോ അവർക്കുണ്ട്. വാർണറും മിച്ചൽ മാർഷുമായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത്. എല്ലാവരും ഫോമിലേക്ക് എത്തിയാൽ പിന്നെ ഡൽഹിയെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. ഋഷഭ് പന്തിന്റെ ഒരു വെടിക്കെട്ടിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മാച്ചിനുള്ള ഡൽഹിയുടെ പ്ലേയിങ് 11 നോക്കാം. വാർണർ, മിച്ചൽ മാർഷ്, സായ് ഹോപ്പ്, ഋഷഭ് പന്ത്, ട്രിസ്റ്റൻ സ്റ്റബ്സ്, റിക്കി, അക്സർ പട്ടേൽ, സുമിത് കുമാർ, അഭിഷേക് പോറൽ, കുൽദീപ് യാദവ്, ഖലീൽ അഹമ്മദ്. ഇനി രാജസ്ഥാൻ ടീമിനെ പരിഗണിച്ചാൽ ആദ്യ കളി തന്നെ ജയിച്ചാണ് അവർ വരുന്നത്. അതുകൊണ്ട് രാജസ്ഥാന് ഒന്നും തന്നെ പേടിക്കാനില്ല. ലക്നൌവിനെതിരെ മികച്ച ബാറ്റിംഗ് ആണ് രാജസ്ഥാൻ കാഴ്ചവെച്ചത്. സഞ്ജു 82 റൺസ് അടിച്ചുകൂട്ടുകയും ചെയ്തു. പക്ഷേ ഓപ്പണിംഗിൽ രാജസ്ഥാൻ ഫ്ലോപ്പായിരുന്നു. ജയ്സ്വാളും ബട്ട്ലറും ഫോമായാൽ പിന്നെ രാജസ്ഥാനെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. അത്ര മികച്ചൊരു ബാറ്റിംഗ് നിര അവർക്കുണ്ട്. സഞ്ജുവിൻ്റെ അടുത്തൊരു വെടിക്കെട്ടിന് വേണ്ടിയാണ് മലയാളി ആരാധകർ കാത്തിരിക്കുന്നത്. ഇപ്രാവശ്യം ഏറ്റവും മികച്ച ഒരു ടീമിൽ രാജസ്ഥാനുമുണ്ട്. അപ്പോൾ ഇന്നത്തെ മാച്ചിനുള്ള രാജസ്ഥാന്റെ സാധ്യത 11 നോക്കാം. ജയ്സ്വാൾ, ജോസ് ബട്ട്ലർ, സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, ധ്രുവ് ജുറൽ, രവിചന്ദ്രൻ അശ്വിൻ, സന്ദീപ് ശർമ്മ, ചഹൽ, ആവേശ് ഖാൻ, ട്രെന്റ് ബോൾട്ട്, നന്ദ്രി ബർഗർ. ഇതാണ് രാജസ്ഥാന്റെ പ്ലേയിങ് 11. ഡൽഹിയും രാജസ്ഥാനെയും കമ്പയർ ചെയ്താൽ മികച്ചൊരു ടീം അത് രാജസ്ഥാൻ തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് വിജയ സാധ്യത കൂടുതൽ രാജസ്ഥാൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാച്ചിന് വേണ്ടി കാത്തിരിക്കാം. ഇന്നത്തെ മത്സരത്തിൽ രാജസ്ഥാൻ ജയിക്കുമോ ഡൽഹി ജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.